വിശുദ്ധനായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ പ്രത്യേകാൽ ചോദിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 17-ന്റെ 3-4 തിരുവചനങ്ങൾ. യെഹോശഫാത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പകൽ എന്നോട് സംസാരിക്കണമേ എന്നുള്ള മനോഭാവത്തോടെല്ലാവരും പ്രാർത്ഥിച്ചാട്, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും ഒന്ന് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, തിരുവചനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകലിൽ ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം. സഭയ്ക്കും കർത്താവ് വ്യക്തി ജീവിതങ്ങൾക്കും ആവശ്യമേറിയ ദൈവത്തിൻ്റെ നന്മകളെ ഇന്ന് പകലിൽ വെളിപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ കർത്താവേ ഹൃദയങ്ങളെ തുറക്കുന്നു, ഞങ്ങളുടെ കാതുകളെ തുറക്കുന്നു. ദൈവം ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ട്. സകലമാനവും മഹത്വവും അങ്ങയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണേ സ്വർഗീയ നിലവിൽ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം വായിച്ചത്. 2 ദിനവൃത്താന്തം 17-ന്റെ 3-4 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. യഹോഷാഫാത്തിനെ പറ്റി തിരുവചനം പറയുകയാണ്. അവിടെ പറയുകയാണ്, ചില കാര്യങ്ങൾ യഹോഷാഫാത്ത് ചെയ്തതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകലിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെന്ന്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത്? മക്കൾ നമ്മളോട് കൂടെ ഇരുന്നില്ലെങ്കിലും, മാതാപിതാക്കൾ ഒരു പക്ഷേ നമ്മളോട് കൂടെ ഇല്ലെങ്കിലും, പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് സന്തോഷമായിരിക്കും. ദൈവമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നു, കാനാവിൽ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അത്ഭുതങ്ങളെ കാണുവാനിടയായി. കുറവുകളെ പരിഹരിക്കാൻ കഴിയും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുറവുകളെ ദൈവം പരിഹരിക്കും. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, മറ്റൊന്നുമില്ലെങ്കിലും ഇന്ന് പകലിൽ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. ഈ ലോകത്തിലെ വലിയ പ്രൗഢിയോ സമ്പത്തോ ഒന്നുമില്ലെങ്കിലും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണം. അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും ധന്യമായ ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവം കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. യഹോഷാഫാത്ത് രാജാവ് ഇപ്രകാരം പറയുകയാണ്, ദൈവം തന്നോട് കൂടെ ഇരിക്കുമെന്നതിൻ്റെ ഒന്നാമത്തെ പ്രധാന കാര്യം 3-ാം വാക്യത്തിൽ പറയുകയാണ്, പിതാവായ ദാവീദിൻ്റെ ആദ്യ വഴികളിൽ നടന്നു. അപ്പോൾ എല്ലാ വഴികളിലൊന്നും നടന്നില്ല. തൻ്റെ പിതാവാകുന്ന ദാവീദിൻ്റെ ആദ്യ വഴികളിൽ യഹോഷാഫാത്ത് നടന്നു. ശ്രദ്ധിക്കണം, അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ദാവീദിൻ്റെ വഴികളിൽ നടന്നെന്നല്ല. ദാവീദിൻ്റെ വഴികളിൽ യഹോഷാഫാത്ത് നടന്നിരുന്നെങ്കിൽ ഒരിക്കലും ദൈവം കൂടെ ഇരുന്നില്ല. പക്ഷേ ദാവീദിൻ്റെ ആദ്യ വഴികളിൽ എന്ത് ചെയ്തു? യഹോഷാഫാത്ത് നടന്നു. ആദ്യ വഴികളെന്ന് പറയുമ്പോൾ ഒത്തിരി അധികം പ്രത്യേകതകളുണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദാവീദിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്ന സമയത്ത് ദാവീദിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകതയാണ് വചന കൽപ്പനകളെ സ്നേഹിക്കുന്നവനായിരുന്നു ദാവീദ്. നോക്കണമേ, സങ്കീർത്തനത്തിൽ ഒട്ടനവധി സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അതിൽ പലതും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ ദാവീദ് വിവരിക്കുന്നതായി കാണാൻ കഴിയുന്നു. ദൈവവചനത്തെ സ്നേഹിച്ച, ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ആ വഴികളിൽ എന്ത് ചെയ്തു? യഹോഷാഫാത്ത് നടന്നു. യഹോഷാഫാത്തും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിച്ചു. ഇന്ന് പലർക്കും പ്രയാസം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാനാണ്. അതാണ് എല്ലാവർക്കും പ്രയാസമായിട്ടുള്ളത്. ഇതിനോട് ഇഷ്ടം ഇല്ല. പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നു, യഹോഷാഫാത്ത് എന്ത് ചെയ്തു? ദാവീദ് ദൈവവചനത്തെ സ്നേഹിച്ചതുപോലെ യഹോഷാഫാത്തും ദൈവവചനത്തെ സ്നേഹിച്ചു. രണ്ടാമത്തെ കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ക്ഷമയുള്ള മനുഷ്യനായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടന്ന ദാവീദിന് അത്യന്തമായ വലിയ ക്ഷമ ഉണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് തൻ്റെ മുന്നിൽ ശൗലിനെ ദൈവം
ഏൽപ്പിച്ചു കൊടുത്തിട്ടും ശൗല് തന്നെ തകർക്കുവാൻ, തന്നെ മുടിക്കുവാൻ, ദാവീദിനെ കാണുമ്പോഴൊക്കെയും കൊല്ലുവാനുള്ള ദേഷ്യത്തോടെ ദാവീദിനെ തെരഞ്ഞു നടക്കുമ്പോഴും ദാവീദ് ഒളിച്ചിരിക്കുന്ന ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശൗല് കയറി വരുമ്പോൾ ശൗൽ അറിയുന്നില്ല ആ ഗുഹയ്ക്കകത്ത് ദാവീദ് ഉണ്ടെന്ന്. എന്നാൽ ശൗല് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ അവസരം കിട്ടിയിട്ട് പോലും ദൈവ കൽപ്പനകൾക്ക് വിപരീതമായി ഒന്നും ചെയ്തില്ല. അവിടെയും ക്ഷമിച്ച് തന്നെ ശൗലിനെ സ്നേഹിക്കുവാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് എന്ത് ചെയ്തു? ദാവീദ് അതിൻ്റെ അകത്തിരുന്നു. നല്ല ക്ഷമയുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ്, നമുക്ക് കാണാൻ കഴിയുന്നു. യഹോശാഫാത്ത് പറയുകയാണ്, ആ വഴികളിൽ ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിതാവ് കാണിച്ച നല്ല മാതൃകയുണ്ട്. നമ്മുടെ മക്കളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം അപ്പനും അമ്മയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകരുത്, നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പനും അമ്മയും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം. ദൈവവചന പ്രകാരം അവരനുസരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? മക്കൾ നടക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് ഒരു ക്ഷമയുള്ള മനുഷ്യനായിരുന്നു. താൻ കാത്തിരുന്ന്, താൻ ക്ഷമിച്ച് പലതിനെയും തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എത്ര വലിയ പ്രതികൂലം വന്നിട്ടും ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടും പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തിന് വിധേയപ്പെട്ട് ക്ഷമയുള്ള മനുഷ്യനായി നമുക്ക് ദാവീദിനെ കാണാൻ കഴിയുന്നു. ഒത്തിരിയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചിലതൊക്കെ പറഞ്ഞു പോകും. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനായിരുന്നു ദാവീദ്. ഏത് സന്ദർഭത്തിൻ്റെ അകത്തും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും ഒട്ടും മടി കാണിക്കാത്തൊരു മനുഷ്യനായിരുന്നു ദാവീദ്. നമ്മളിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? നോക്കണമേ, ജോലിയുടെ മധ്യേ ആട്ടിനെ മേയ്ക്കുന്ന സമയത്താണെങ്കിലും ദാവീദ് അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി താൻ മരത്തിൻ്റെ ആ ചുവട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ദാവീദിനെ സംബന്ധിച്ച് ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒന്നാമനായിരുന്നു. അത് ജോലിയൊന്നും ഒരു വിഷയമല്ലായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, അതുപോലെ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് ദൈവ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. എന്നാൽ ഈ ദാവീദിൻ്റെ ആദ്യ വഴികളിൽ എന്ത് ചെയ്തു? യഹോശാഫാത്ത് നടന്നു. ഒന്നാമത് ദാവീദിൻ്റെ ആദ്യ വഴികളിൽ നടന്നു. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നു, തൻ്റെ പിതാവായ ദൈവത്തെ എന്ത് ചെയ്തു? തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തു. രണ്ടാമത് പറയുകയാണ്, യഹോശാഫാത്ത് എന്ത് ചെയ്തു? തൻ്റെ പിതാവ് ആരാധിച്ചിരുന്ന ഒരു സത്യദൈവം ഉണ്ടായിരുന്നു, ആ ദൈവത്തെ എന്ത് ചെയ്തു? യഹോശാഫാത്തും അന്വേഷിക്കുവാൻ തുടങ്ങി. നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, നമ്മളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? അന്വേഷിക്കുക എന്നുള്ള കാര്യം ഒരു പ്രത്യേകമായ നിലയിൽ നമ്മളാരും ചെയ്യാത്ത ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ദൈവമുണ്ടോ? നമ്മുടെ കൂടെ ദൈവമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവമുണ്ടോ? അതാ അന്വേഷിക്കുന്നത്. ദൈവം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തെ വരുത്തണം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവമില്ല, നമ്മൾ അന്വേഷിക്കാനും പോകത്തില്ല. കാരണം നമ്മുടെ നടപ്പ് അങ്ങനെ ആയതുകൊണ്ട്, നമ്മുടെ വഴിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ പോകത്തില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായി തീരണം. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് എന്നെ ഒത്തിരി അധികം ചിന്തിപ്പിച്ചത്. അതവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നോക്കണമേ, ഇസ്രായേൽ ആചാരപ്രകാരം എല്ലാം നല്ലതാണ്. ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം സത്യദൈവത്തെ ആരാധിക്കണം, അങ്ങനെ പല ആചാരങ്ങളും ഉണ്ട്. പക്ഷേ യഹോശാഫാത്ത് ഒന്ന് ചെയ്തു, ഇനി ആചാരമൊന്നും വേണ്ട, പക്ഷേ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ ഞാൻ ചെയ്യാൻ പോകുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് വന്നത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഒരു ആചാരം പോലെയാക്കി. പ്രാർത്ഥനയെല്ലാം ആചാരം പോലെയാക്കി, സഭയിൽ വരുന്നതെല്ലാം ഒരു ആചാരം പോലെയാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ അങ്ങ് കയറി. ഇതിത്രയേ ഉള്ളൂ, ഈ 2 പാട്ട്, ഈ പ്രസംഗമേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത പലരും ഉണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ആചാരത്തെ എല്ലാം എന്ത് ചെയ്തു? യഹോശാഫാത്ത് എടുത്തു കളഞ്ഞിട്ട് ദൈവം കൽപ്പിക്കുന്നത് അനുസരിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനനുസരിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ അകത്തു നിന്ന് നീ വെളി വരണം. അത് മറ്റൊന്നുമല്ല, ദൈവം കൽപ്പിക്കുന്ന പ്രകാരം ചെയ്യുവാൻ ആഗ്രഹിക്കണം. ദൈവത്തോട് നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ആചാരങ്ങളെയും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം, നമ്മളുണ്ടാക്കിയ പ്രാർത്ഥനയുടെ രീതികളും, നമ്മളുണ്ടാക്കി വെച്ച ഓരോ ഇത്ര സമയം ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലേ ഞാൻ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ, അതെല്ലാം മാറ്റിയിട്ട്
ദൈവം എന്ത് പറയുന്നോ അത് പ്രകാരം ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് പകലിൽ എത്ര പേർക്ക് അങ്ങനെയൊന്ന് മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ വരുവാൻ കഴിയും? അവരുടെ അടുക്കലാണ് ദൈവത്തിന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനോട് നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ദൈവത്തെ അതിൻ്റെ അകത്താക്കാനല്ല, നമ്മുടെ ഒരു പ്രാർത്ഥനാ ക്രമം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ദൈവം വരണമെന്നല്ല, പക്ഷെ ദൈവം എന്ത് പറയുന്നു അതിൻ്റെ അകത്ത് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെ, പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടീഷൻ്റെ അകത്ത് ദൈവം വരണം. നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ചെയ്യണം. ഒരിക്കലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒന്ന് മാറി ചിന്തിക്കുവാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. നീ ആരുടെ ശബ്ദം കേൾക്കണം? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ഇന്ന് പകലിൽ ദൈവം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ദൈവകൽപ്പനകളിൽ അനുസരിച്ചാൽ യഹോശാഫാത്തിന് ഒന്ന് പറയാൻ കഴിയും, ഇസ്രായേൽ മക്കളെ മൊത്തം മുടിച്ചു കളയുന്ന ഒരു ബാലിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ആ ബാലിൻ്റെ വിഗ്രഹങ്ങളെയല്ല ഞാൻ ആരാധിച്ചത്, അതിനെയല്ല ഞാൻ സേവിച്ചത്. പകരം എൻ്റെ പിതാവ് കാണിച്ചു തന്ന ഒരു ദൈവമുണ്ട്, ഒരു സത്യദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി. ആ പിതാവിൻ്റെ വഴികളിൽ, ആദ്യ വഴികളിൽ ഞാൻ നടക്കാൻ തുടങ്ങി. തീർന്നില്ല, ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ കേട്ടനുസരിക്കുവാൻ തുടങ്ങി. ചില ആചാരങ്ങളെ മുറിച്ചുകൊണ്ട് ഞാൻ പുറത്തു വന്നപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചില സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് ഇന്ന് പകലിൽ ദൈവാത്മാവ് ആലോചന പറയുക, നാം പുറത്തു വരുമ്പോൾ ദൈവത്തിന് നമ്മോട് കൂടെ ഇരിക്കുവാനോ നമ്മുടെ സഭകളുടെ അകത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാനും കഴിയും. പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. യേശു, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒന്നാമത് യേശു ചെയ്ത അത്ഭുതത്തിൻ്റെ അകത്ത് ഞാൻ മടങ്ങി വരികയാണ്. മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നപോലെ വീഞ്ഞൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ യേശു ആ സമയത്ത് അത് കേട്ടില്ല. പക്ഷേ യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ എന്ത് ചെയ്തു? മറിയ ചെന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവേ. ഇന്ന് പകലിൽ ദൈവം കൽപ്പിച്ചത് ചിലത് ചെയ്യുമ്പോൾ ആ മറിയ അവിടെ പറഞ്ഞു കൊടുക്കുന്നൊരു വലിയൊരു ഉപദേശമുണ്ട്. ദൈവമക്കൾക്ക് മുഴുവനായി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുവേ. യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നാം ചെയ്തു തുടങ്ങണം. നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് എത്രത്തോളം ദൈവം പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ അവൻ എന്തെങ്കിലും ഇന്ന് പകലിൽ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങളെ നടക്കും. പച്ചവെള്ളത്തെ കോരിക്കൊണ്ട് വരുമ്പോഴും ഒരു മനുഷ്യന് പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ട് കാണത്തില്ല ഇത് വീഞ്ഞാകുമെന്ന്. ചിലപ്പോൾ യേശു വേറെന്തെങ്കിലും ഉദ്ദേശത്തോടെ പറഞ്ഞതായിരിക്കുമെന്ന് ചിന്തിച്ച് കാണും. 6 കൽപ്പാത്രങ്ങളുടെ അകത്ത് പച്ചവെള്ളത്തെ നിറച്ച് കൊണ്ടുവന്ന് വിഴുന്നു വാരിക്ക് കൊടുക്കുന്നത് വരെ അതിൻ്റെ അകത്ത് അത്ഭുതം നടന്നില്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പച്ചവെള്ളമല്ല, പകരം അത് വീഞ്ഞായി തീർന്നു. അത് നേരത്തെ കുടിച്ചതിലും നല്ല മനോഹരമായ അനുഗ്രഹമായ ഒരു വീഞ്ഞാക്കി ദൈവം തീർത്തെങ്കിൽ, ഇന്ന് പകലിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. യഹോശാഫാത്ത് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ആ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അനുസരണത്തോടെ കേൾക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, ആരും നിനക്കില്ല എന്ന് പറയുമ്പോൾ, എല്ലാം അസ്തമിച്ചു പോയെന്ന് പറയുമ്പോൾ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ടിട്ട് പറ, ഇല്ല, ഞാൻ ദൈവത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകളെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ ദൈവത്തെ മാത്രം സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ തീരുമാനത്തിന്റെ അകത്ത് ദൈവം ഇന്ന് പകലിൽ ഇറങ്ങി വന്ന് മാനിക്കുന്ന ദിവസമാണെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. എന്നാൽ 6-ാം വാക്യവും കൂടെ നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം 17-ാം വാക്യം. അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും യഹൂദായിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെ രണ്ടാമത് ഒരു വഴിയെ പറ്റി പറയുകയാണ്. ഒന്ന്, യഹോശാഫാത്ത് തൻ്റെ പിതാവിൻ്റെ ആദ്യ വഴികളിൽ നടന്നെങ്കിൽ, രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നു അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടു. ധൈര്യം ചോർന്നു പോയ ചിലരെ ഇന്ന് പകലിൽ കാണുന്നുണ്ട്. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ധൈര്യം കുറഞ്ഞു പോകും. അത് നിസാരം ചിലപ്പോൾ ഒരു വിഷയമായിരിക്കും, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? പതറിപ്പോവും. ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അധൈര്യരായി പോകും. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ യഹോശാഫാത്ത് ചെയ്ത ഒരു കാര്യമുണ്ട്, തൻ്റെ ഹൃദയം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വഴികളിൽ എന്ത് ചെയ്തു? ധൈര്യപ്പെട്ടു. നമ്മുടെ ഹൃദയമാണ് വിഷയം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത്
ധൈര്യം കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനായാലും അസ്വസ്ഥതകളും പ്രയാസങ്ങളും എല്ലാം വരുന്നത്. പക്ഷേ ഇവിടെ ഒരു യഹോഷാഫാത്ത് ഒരു വലിയ മർമ്മം പറഞ്ഞു കൊടുക്കുക. നിൻ്റെ ഹൃദയം നീ എവിടെ വയ്ക്കണം? യഹോവയുടെ വഴികളിൽ വയ്ക്കണം. ഇന്ന് പകലിൽ എത്ര പേർക്ക് യഹോവയുടെ വഴികളിൽ നടക്കാൻ കഴിയും? പല വഴികളുണ്ട്. ചിലപ്പോൾ നമ്മുടേതായ ചിന്തകളിൽ നമ്മൾ പല വഴികളിൽ നടക്കും. നമുക്കെല്ലാം ഇഷ്ടം എന്താ? ഷോർട്ട് കട്ടാണ്. പക്ഷേ ഇന്ന് പകലിൽ നമ്മൾ കുറുക്ക് വഴികൾ നോക്കാനല്ല, ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് നമ്മൾ നോക്കണം. നിന്റെ ധൈര്യം ചോർന്നു പോകുമ്പോൾ, നീ അധൈര്യരായി തീരുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അവിടെ പറയുകയാണ്, അവൻ പൂജാഗിരികളെയും അശോര പ്രതിഷ്ഠകളെയും യഹൂദയിൽ എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. അധൈര്യപ്പെടുത്തുന്ന ചില പോരുകളുണ്ടായിരുന്നു. ഇന്ന് പകലിൽ ദൈവജനം നോക്കണം, ഭവനത്തിൻ്റെ അകത്ത് ചിലത് അധൈര്യപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ശത്രു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്ത് ചെയ്യാണ്? ധൈര്യത്തെ ചോർത്തിക്കളയുക. നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അധൈര്യത്തെ കളയുകയാണ്, നമ്മളെ അധൈര്യപ്പെടുത്തുകയാണ്, ധൈര്യത്തെ കളയുകയാണ്, ധൈര്യത്തെ എന്ത് ചെയ്യുകയാണ്? ചോർത്തിക്കളയുകയാണ്. അതൊരു ശത്രുവിൻ്റെ പോരാട്ടമാണ്. ഇത് യഹോഷാഫാത്ത് കണ്ടിട്ട് എന്ത് ചെയ്തു? അതിനെയെല്ലാം എന്ത് ചെയ്തു? നീക്കം ചെയ്തു. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നിന്നെ അധൈര്യപ്പെടുത്തുന്ന എന്തെങ്കിലും നിൻ്റെ ഭവനത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. അങ്ങനെ നീക്കം ചെയ്യുമ്പോഴാണ് നീ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നത്. ചിലത് നീങ്ങിപ്പോകുമ്പോൾ, നീ ദൈവത്തിൻ്റെ വഴികളിൽ നടങ്ങുമ്പോൾ ചിലത് നീങ്ങിപ്പോകാൻ പോകുകയാണ്. എത്ര ദൈവമക്കൾക്ക് ആമേൻ പറയാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹിതമില്ലാത്ത, നമ്മുടെ ഭവനത്തിനെതിരെ പ്രവർത്തിക്കുന്ന, നമ്മുടെ ദേശത്തിന് വിരോധമായി നിൽക്കുന്ന ചില ശത്രുവിൻ്റെ പോരുകൾ ഇന്ന് പകലിൽ നാം ദൈവത്തിന്റെ വഴികളിൽ നടക്കുമ്പോൾ ചിലത് നീങ്ങിപ്പോകാൻ പോകുകയാ. നമ്മുടെ സഭകളുടെ അകത്ത് പിശാച് ബന്ധിക്കുന്ന, നമ്മെ ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ചില മേഖലകളിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, നീ ദൈവത്തിന്റെ വഴികളിൽ ഒന്ന് നടക്കുക. അതൊക്കെ ചിലത് നീങ്ങിപ്പോകുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ കൽപ്പിക്കുന്നു, ഞങ്ങൾക്ക് വിരോധമായി ഞങ്ങളെ അധൈര്യപ്പെടുത്തുന്ന ചില മേഖലകളിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെടുത്തുകയാ. ഞങ്ങളെ അധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ ക്ഷീണിപ്പിച്ചു കളയുന്ന മേഖലകൾ ഇന്ന് പകലിൽ നീക്കം ചെയ്യണം. നീങ്ങിപ്പോകാനാ പാട്. ഇത്രയും നാൾ നോക്കണം, ഇസ്രായേൽ മക്കളെ മുഴുവനും അധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പോരായിരുന്നു. യഹോഷാഫാത്ത് ഇവിടെ വലിയ പ്രവാചകനായിട്ട് നമ്മൾ കാണുന്നില്ല, പുരോഹിതനല്ല. പക്ഷേ എന്ത് ചെയ്തു? ദൈവത്തിൽ എന്ത് ചെയ്തു? ധൈര്യപ്പെട്ടു. ധൈര്യപ്പെട്ടപ്പോൾ പ്രവാചകന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, നോക്കണമേ, പുരോഹിതന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ആര് ചെയ്യാൻ തുടങ്ങി? യഹോഷാഫാത്ത് ചെയ്യാൻ തുടങ്ങി. നോക്കണമേ, ചിലത് യഹോഷാഫാത്തിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന് മുൻപായി ചിലത് ചെയ്യാൻ തുടങ്ങി. ഇന്നുവരെ നീക്കിക്കളയാൻ കഴിയാത്തതാ. അതിനാ മുന്നമേ ഉള്ള വാക്യങ്ങൾ പറഞ്ഞത് ഇത് ഇസ്രായേലിൻ്റെ ആചാരമായി തീർന്നു. നോക്കണമേ, നമുക്ക് പെട്ടെന്നൊന്നും ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ഇവൻ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ നോക്കിയാൽ തന്നെ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിന് ഭൂരിപക്ഷത്തിൻ്റെ ഒരു പിന്തുണ വേണം. അതിന് ഒത്തിരി അധികം പ്രൊസീജിയറുണ്ട്, അതിൻ്റെ പിന്നിൽ ഒത്തിരി അധികം പഠനങ്ങളുണ്ട്. ഇനി അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പോലും ജനം സമ്മതിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നടക്കാതെ. നമുക്കറിയാം, നമ്മുടെ അടുത്ത കാലങ്ങളിൽ പോലും ഒത്തിരി അധികം പ്ലാനുകൾ കൊണ്ടുവന്നിട്ട് അതെല്ലാം നിഷ്ഫലമായി പോയ പല പദ്ധതികളുമുണ്ട്. എന്നാൽ അതുപോലെയാണ് ഈ ആചാരങ്ങളെ ഒന്നും ഒരു രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയത്തില്ല. അതൊരു രാജാവാണെന്നും പറഞ്ഞൊന്നും മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ എന്ത് ചെയ്തു? ദൈവത്തിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റാൻ പറ്റാത്ത ചിലത് എന്ത് ചെയ്തു? താനെ മാറിപ്പോയി. ഇന്ന് പകൽ നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ചിലത് മാറ്റാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇത് വർഷങ്ങളായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മാറുന്നില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എന്നും ദുഃഖമാണ്. ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ ദുഃഖിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിച്ച, നോക്കണമേ, വ്യസനപുത്രൻ എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു.
എബേസിനെ പറ്റി വ്യസനപുത്രൻ എന്ന് പറയുമ്പോൾ ജനനം മുതൽ എബേസിനെ പറയുക, നീ ഒരു വ്യസനപുത്രനാ, നിനക്ക് ഒരു കാലത്തും നിനക്ക് സന്തോഷിക്കുവാൻ ഒരു വകയില്ല എന്ന് എബേസിനോട് പറയുമ്പോൾ, പക്ഷെ എന്ത് ചെയ്തു? എബേസ് ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് പകലിൽ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നിന്റെ ചില വിഷമങ്ങളെ ദൈവം നീക്കിക്കളയാൻ പോകുക. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരിക്കലും നടക്കത്തില്ല എന്ന് നിന്റെ ചരിത്രം നിന്നെ വിളിച്ചു പറയുമ്പോൾ, നിന്റെ പാരമ്പര്യം നിന്നെ വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പകലിൽ പാരമ്പര്യ ബന്ധനങ്ങളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവം പറയുക, ഇല്ല, ചിലത് നീക്കം ചെയ്യുവാൻ എനിക്ക് കഴിയോ, പക്ഷെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ കയറി വരണം. ഇന്ന് പകലിൽ ആത്മാവിൽ എത്ര പേർക്ക് ആ ദൂതിനെ ഒന്ന് ഏറ്റെടുത്ത് ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയോ? കർത്താവ്, എന്റെ ഭവനത്തിന്മേൽ, എന്റെ തലമുറയ്ക്കകത്ത് കർത്താവ് പിശാച് ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് പകലിൽ ദൈവമേ അത് പൊട്ടിച്ച് എന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് ഇന്ന് പകലിൽ ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരികയാണ്. എബേസ് പ്രാർത്ഥിച്ചു. എബേസ് പറഞ്ഞു, കർത്താവേ, ജനനം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു വ്യസനപുത്രനായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ചരിത്രമുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ഞാൻ ഇങ്ങനെ നടക്കുന്നവനാണെന്ന്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരിക്കലും വിജയം കാണത്തില്ല എന്ന് എല്ലാവരും മുദ്ര കുത്തിയത്. പക്ഷേ എബേസ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അതിരുകളെ എന്ത് ചെയ്തു? വിസ്താരം വരുത്തിയെങ്കിൽ ഇന്ന് പകലിൽ നീ പ്രാർത്ഥിക്കുന്ന മേഖലയ്ക്കകത്ത് നടക്കത്തില്ല എന്ന് നിന്റെ ശത്രു വിധി എഴുതിയത്, നിന്റെ പാരമ്പര്യങ്ങൾ നിന്നെ പറഞ്ഞത് ഒരിക്കലും നിന്റെ കൈ കൊണ്ടത് സാധിക്കയില്ല എന്ന് അക്കമിട്ട് പറഞ്ഞതിന് ഇന്ന് പകലിൽ ദൈവം ചിലതിന് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ദൈവം ഇന്ന് പകലിൽ നമ്മുടെ ഈ ആരാധനയുടെ നടുവിൽ ഉണ്ടെന്ന് ദൈവ മക്കളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യം വേണം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത്. നിന്നെ നോക്കി പറഞ്ഞില്ലേ നീ ഒരിക്കലും കുണം പിടിക്കത്തില്ല, നമ്മളെ നോക്കി പറഞ്ഞില്ലേ നീ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഇത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അസാധ്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. സിമ്പിളായിട്ടൊന്നും ചെയ്തിട്ടൊന്നും നമ്മുടെ ദൈവത്തിനൊരിത് മഹത്വം എടുക്കാനല്ല. ലാസറിനെ ദീനമായി കിടന്നപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ പോയി സൗഖ്യമാക്കായിരുന്നു. പക്ഷേ അതൊരു പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വചനത്തിൽ പോലും രേഖപ്പെടുത്തത്തില്ല. കാരണം നിരവധി സൗഖ്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ പോയത് വചനത്തിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ലാസറിനെ പോയി പ്രാർത്ഥിച്ചെങ്കിൽ ഒരുപക്ഷെ ആരും അറിയത്തില്ല, ശിഷ്യന്മാർ പോലും അറിയത്തില്ല. കാരണം യേശു പതിവായിട്ട് യാത്ര ചെയ്യുന്ന, സഞ്ചരിക്കുന്ന, കയറി ചെല്ലുന്ന ഒരു ഭവനമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും അറിയത്തില്ല. പക്ഷേ ഇത് ദീനമായി കിടന്നപ്പോൾ യേശു പോയില്ല. നോക്കണമേ, മരിച്ചിട്ടും എന്ത് ചെയ്തില്ല? യേശു പോയില്ല. പക്ഷെ യേശുവിനെ ചിലത് ചെയ്യുവാൻ, ദൈവത്തിന് വല്ലതും ചെയ്യണമെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് നിന്നോട് പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ദൈവത്തിന് മഹത്വം എടുക്കുവാനാണ് ആഗ്രഹം. എങ്കിലല്ലേ നമ്മൾ അതുകൊണ്ട് വചനം പറയുന്നത് ജാതികളും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അവരുടെ ദൈവത്തെ നമുക്കും ഈ ദൈവത്തെ വല്ലതും ആരാധിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇതാ, ഒരിക്കലും നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യം ദൈവം ചെയ്യിപ്പിക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ വ്യത്യാസം വെളിപ്പെടുന്നത്. ഇന്ന് പകലിൽ ചില വ്യത്യാസങ്ങളെ, ദൈവം ചെയ്യുന്ന ചില വ്യത്യാസങ്ങളെ, പ്രത്യേകതകളെ, മഹത്വങ്ങളെ നിന്റെ ഭവനത്തിൻ്റെ അകത്ത് കാണിക്കുമെന്ന് ദൈവമക്കളോട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. എത്ര പേർ ആ ദൂതിനെ ഏറ്റെടുക്കുവാൻ കഴിയോ? കർത്താവേ, ഞാൻ ദൈവത്തിൻ്റെ വഴികളിൽ ഇന്ന് പകലിൽ നടക്കുവാൻ ഞാൻ ആരംഭിക്കുന്നു. കർത്താവേ, ഇന്നേ വരെ നടന്നില്ലെങ്കിൽ, ചിലപ്പോൾ തെറ്റിപ്പോയ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വഴികളിൽ ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുക. നോക്കണമേ, 100 ആടുണ്ടായിരുന്ന ആ നല്ല ഇടയൻ 99 ഇട്ടിട്ട് ഒരെണ്ണം തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയതിന് എന്ത് ചെയ്തു? തേടിപ്പോയി. എന്തിനാണെന്നറിയാവോ? അതിനെ കൊണ്ടുവന്ന് ഇടയൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ, ഇടയൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയിലൂടെ നടന്നു പോയാൽ, ചിലപ്പോൾ നീ മരണത്തിൻ്റെ പാശങ്ങളിൽ ഇറങ്ങിപ്പോയാലും, മരണത്തിൻ്റെ താഴ്വരയിലൂടെ നീ നടന്നു പോയാലും, കൂരിരുൾ താഴ്വരയിലൂടെ നീ നടന്നാലും അവിടെ നിനക്കൊരു അനർത്ഥവും വരാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ആണ്ടിൻ്റെ അവസാനമാകുന്ന സമയങ്ങളിൽ, ഇനി ചില ദിവസങ്ങളോടെയുള്ള സമയത്ത് ദൈവം ഇപ്രകാരം ആലോചന പറയുക. ഇന്നലകളിൽ നീ കൂരിരുൾ താഴ്വരയിലൂടെ നടന്നുപോയി, മരണത്തിൻ്റെ
നാശങ്ങളിലൂടെ നീ നടന്നുപോയി. പക്ഷെ അവിടെ നിന്റെ ദൈവം എന്ത് ചെയ്തില്ല? അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമാകാതെ വണ്ണ ഒരു താങ്ങിയൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുക, ദൈവത്തിന്റെ വഴികളിലൂടെ നീ ഇന്ന് പകലിൽ നടക്ക. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടക്ക. ചിലത് നീങ്ങത്തില്ല എന്ന് പറഞ്ഞത്, നിന്നെ തകർത്തു കളയുമെന്ന് വെല്ലുവിളിച്ചത്, നിന്നെ തോൽപ്പിച്ചു കളയുമെന്ന് പറഞ്ഞത്, അതിനെ ഇന്ന് പകലിൽ ദൈവം നീക്കം ചെയ്തിട്ട് നിന്റെ ജീവിതത്തിന്റെ അകത്തൊരു മഹത്വകരമായ ഒരു വിജയം കാണിക്കുന്ന പകലാണെന്ന് ദൈവ മക്കളോട് ഇന്ന് പകലിൽ ദൈവാത്മാവ് ആലോചന പറയുകയാ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. യഹോഷാഫാത്ത് ചിലപ്പോൾ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ഇതൊന്നും ചെയ്യാൻ കഴിയും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ആദ്യ പടികൾ മുന്നോട്ട് പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? കൂടെ വന്നു. ദൈവം കൂടെ വന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചതാ, യോസെഫിനോട് കൂടെ ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. അവൻ കൃതാർത്ഥനാണെന്ന് ആര് കണ്ടു? മിസ്രൈമ്യനായ പോത്തിഫർ കാണുവാനിടയായി. ഇന്ന് പകലിൽ ചിലർ കാണാൻ പോവുകയാണ് ദൈവം നമ്മളോട് കൂടെയുണ്ട്. വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ വായിച്ച ഒരു വാക്യമുണ്ട് ആ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന്. നോക്കണമേ, അവർക്ക് കരകവിഞ്ഞു നിന്ന, അല്ലെങ്കിൽ അവർക്ക് തടസ്സമായി നിന്ന യോർദാനെ ദൈവം എന്ത് ചെയ്തു? വറ്റിച്ചു കളഞ്ഞു. യോർദാനെ വറ്റിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോൾ നടന്നൊരു സംഭവം നോക്കണമേ, ദൈവം അവരോട് കൂടെയുള്ളത് കൊണ്ട് ഇവരെ തോൽപ്പിക്കുവാൻ വേണ്ടി, ഇവരുടെ നാശം കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന രാജാക്കന്മാരുടെ ഹൃദയം എന്ത് ചെയ്തു? ഉരുകിപ്പോയി. ഇന്ന് പകലിൽ ദൈവം ചിലതിനെ ഉരുക്കി കളയാൻ പോകുകയാണ്. നിന്നോട് കൂടെ ദൈവം ഉണ്ടെന്ന് ചിലത് കാണുമ്പോൾ ചിലരുടെ ഹൃദയങ്ങൾ ഉരുകിപ്പോകുകയാ. നിനക്ക് തടസ്സമെന്ന് നിന്നില്ലേ? നിനക്ക് തടസ്സമെന്ന് വിധി എഴുതിയില്ലേ? മുന്നോട്ട് ഇസ്രായേൽ മക്കളെ കടത്തിവിടത്തില്ല എന്ന് പറഞ്ഞ ആ നദിയുടെ മുന്നിൽ അവർ വന്നപ്പോൾ ദൈവം അവരോട് കൂടെ ഉള്ളത് താനെ വറ്റിപ്പോയി. ഈ യോർദാൻ ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും വറ്റാത്ത നദിയാ. വേനൽ സമയത്ത് പോലും ഇതെന്ത് ചെയ്യത്തില്ല? വറ്റിപ്പോകത്തില്ല. അത് വചനത്തിൻ്റെ അകത്ത് പറയുന്നു, വേനൽ സമയത്ത്, അതായത് കൊയ്ത്ത് സമയത്ത് ഇവർ കൊയ്യുവാൻ വേണ്ടി പോകുമ്പോൾ ആ വേനൽ സമയത്ത് പോലും എന്ത് ചെയ്യും? യോർദാൻ കരകവിഞ്ഞൊഴുകും. ഒരിക്കലും വറ്റാത്ത കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ ദൈവത്തോട് കൂടെയുള്ള ചില പുരോഹിതന്മാർ കാലുവെച്ചപ്പോൾ അതിനെ വറ്റിച്ചു കളയാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകലിൽ ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്നത് ചിലത് വറ്റിപ്പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് അതിനെ ആമേൻ പറയാൻ കഴിയുമോ? കർത്താവ്, എനിക്ക് വിരോധമായി, എന്നെ മുന്നിലോട്ട് വിടുകയില്ല എന്ന് എന്നെ തടസ്സം ചെയ്യുന്നത് ചിലത് ഇന്ന് പകലിൽ വറ്റിപ്പോകട്ടെ. ആ വറ്റിപ്പോകുന്നത് കാരണം ശത്രുവിൻ്റെ ഹൃദയം ഉരുകിപ്പോകുകയാ. നമ്മുടെ ഹൃദയം ധൈര്യപ്പെടുമ്പോ ശത്രുവിൻ്റെ ഹൃദയം ഉരുകിപ്പോകുകയാ. അല്ലേ? മുന്നോട്ട് വിടാതിരിക്കാനാണ് ശത്രു ചെയ്യുന്നത്. മുന്നോട്ടൊരിക്കലും വിടരുത്. തലമുറകളെ മുന്നോട്ട് വിടരുത്. വിദ്യാഭ്യാസത്തെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം. അവരെ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തിക്കരുത്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുത്തി അവരുടെ വിദ്യാഭ്യാസത്തെയും നന്മകളെയൊക്കെയും തടസ്സം ചെയ്യാൻ എന്ത് ചെയ്യും? ചില യോർദാൻ എന്ത് ചെയ്യും? വരും. നിനക്ക് മുൻപിൽ ചില യോർദാൻ വരുമ്പോൾ അവിടെ അധൈര്യപ്പെടരുത്. അവിടെ നിനക്കൊരു ധൈര്യം വേണം. ദൈവപുരുഷന്മാർ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ അകത്തൊരു ധൈര്യം വേണം. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതികൂലത്തിൻ്റെ അകത്ത് അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് നോക്കണമേ, ഇനി എന്താണ് ദൈവത്തിൻ്റെ വഴികളെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 18:30 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 18:30. ദൈവത്തിന്റെ വഴി തികവുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആണ്. തികവുള്ള ഒന്നാണ് ദൈവത്തിന്റെ വഴി. ആ വഴി എപ്പോഴും കറക്റ്റ് ആയിരിക്കും, അതെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ വഴി എപ്പോഴും ഇംപെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നല്ലതാണെന്നും പറഞ്ഞ് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ വയ്ക്കും. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? ചിലപ്പോൾ കുഴിയിലൊക്കെ ആയിരിക്കും ചെന്ന് വീഴുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വഴി അങ്ങനെയല്ല, തികവുള്ളതാണ്, അത് പെർഫെക്റ്റ് ആണ്. വായിച്ചാട്ടോ. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അതെന്ത് ചെയ്യാണ്? ഒരു പരിചയമാണ്. നിനക്കൊരു പ്രൊട്ടക്ഷനായി തീരുകയാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവനോട് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു പരിചയമായിട്ട് വരാൻ പോകുകയാണ്.
ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരുത്തനൊരു പ്രത്യേകതയുണ്ട്. അത് കാട്ടിലൂടെ സഞ്ചരിക്കട്ടെ, അത് നീ യോർദാൻ്റെ താഴ്വരയിലൂടെ സഞ്ചരിക്കട്ടെ, പക്ഷേ ഒരർത്ഥവും വരികയില്ല. കാരണം പരിചയമായി ആരാ ഇറങ്ങുന്നത്? ദൈവം ഇറങ്ങുകയാണ്. അവൻ തന്നെ പരിചയമായി ഇറങ്ങുമ്പോൾ, ദൈവം തന്നെ നമുക്ക് പ്രൊട്ടക്ഷനായി ഇറങ്ങുമ്പോൾ, ഇന്ന് പകലിൽ പറയുക, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. ഇനി എന്താണ് ദൈവത്തിൻ്റെ വഴികളെന്ന് സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 25-8-9 വാക്യങ്ങൾ. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? പാപികളെ നേർവഴി കാണിക്കുകയാണ്. നമ്മൾ ഒരു കാലത്ത് പാപികളായിരുന്ന നമ്മെ എന്ത് ചെയ്തു? ദൈവം ഒരു നേർവഴി എന്ത് ചെയ്തു? കാണിച്ചു. അപ്പോൾ അവൻ നല്ലവനായതുകൊണ്ട്, യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നത് കൊണ്ട് പാപികളെ എന്ത് ചെയ്യും? തെറ്റിപ്പോകുന്നവരെ എല്ലാം എന്ത് ചെയ്യും? ഒരു നേർവഴി കാണിക്കും. നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ദൈവമാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പുതിയൊരു വഴി കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു പുതിയ ഓപ്പണിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ദൈവം പറയുക, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി കാണിക്കാൻ പോവുകയാണ്. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പദമാണ്, കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ. ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുക, നിങ്ങൾക്കൊല്ല ഒരു പ്രോമിസാ, ദൈവം ഒരു വഴി കാണിക്കാൻ പോകുകയാണ്. ആ വഴി സാധാരണ വഴിയല്ല, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള വഴിയാണ്. ഒന്ന്, അത് പെർഫെക്റ്റ്, അത് തികവുള്ള വഴിയാണ്. രണ്ട്, ദൈവം അത് കാണിക്കുക. നിന്റെ വഴി തെറ്റിപ്പോയ മേഖലകളിൽ ദൈവം ഒരു വഴി കാണിക്കുകയാണ്. ഈ കാട്ടിൽ സഞ്ചരിക്കുന്നവർക്കറിയാം, വഴി എന്ത് ചെയ്യും? പെട്ടെന്ന് തെറ്റിപ്പോകാതിരിക്കാൻ അവർ ചില മാർക്കൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു പുതിയ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ, കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് നോക്കണമേ, നമുക്ക് പെട്ടെന്ന് വഴി തെറ്റിപ്പോകാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇനി ദൈവവചനത്തിൽ പോലും ആണെങ്കിൽ നമ്മളെല്ലാം ചിന്തിക്കും, ഇതെല്ലാം ദൈവവചനമല്ലേ ഈ പ്രസംഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരും. ചിലപ്പോൾ ആ വചനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ ഈ കാണുന്ന നമ്മൾ ഒരേപോലെ ആയിരിക്കും. നമ്മൾ ചിലത് പുറമേ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ വഴി തെറ്റിപ്പോയി. എന്നാൽ ദൈവം ചില വഴികളെ കാണിക്കാൻ പോവുകയാണ്. ചില പുതിയ വഴികൾ ദൈവം നമുക്ക് വേണ്ടി കാണിക്കാൻ പോവുകയാണ്. വായിച്ചാട്ട 9-ാം വാക്യം. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. ഒന്ന്, സൗമ്യതയുള്ളവരെ എന്ത് ചെയ്യുകയാണ്? ന്യായത്തിൽ നടത്തുകയാണ്. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു. അപ്പോൾ ആർക്കാ ദൈവത്തിന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത്? യഹോശാഫാത്തിന് ചുമ്മാതൊന്നും അല്ല ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ പറ്റിയത്. അത് ദൈവം പഠിപ്പിച്ചു കൊടുത്തൊരു വഴിയാ. അത് മറ്റാരും പഠിപ്പിച്ചു കൊടുത്തതല്ല, ദൈവം തന്നെ പഠിപ്പിച്ചു കൊടുത്തത്. അത് പുരോഹിതന്മാരോ മറ്റ് പ്രവാചകന്മാരോ ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. പക്ഷെ എന്ത് ചെയ്തു? ദൈവം പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് പകലിൽ ദൈവം ചിലരെ പഠിപ്പിക്കാൻ പോവുക. എന്തിനാണെന്നറിയാവോ? ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ. നോക്കണമേ, ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവന് ദൈവം പഠിപ്പിക്കുക എന്താ ദൈവത്തിൻ്റെ വഴിയെന്ന്. നോക്കണം, അത് ചുമ്മാതെയല്ല. ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സൗമ്യത. നമുക്കൊന്നും ഒട്ടും ഇല്ലാത്തൊരു കാര്യമോ സൗമ്യത. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മളെല്ലാം എന്ത് ചെയ്യും? ദേഷ്യം വരും. സൗമ്യതയെന്ന് പറയുന്നത് അത്രയും ഡീപ്പസ്റ്റ്, അത്രയും താഴ്മയും നമുക്ക് അത്രയും ക്ഷമയൊക്കെ ഉണ്ടെങ്കിലേ സൗമ്യരെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ സൗമ്യർക്കാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സൗമ്യതയുള്ളവർക്ക്. സൗമ്യക്കല്ല, സൗമ്യതയുള്ളവർക്ക്. സൗമ്യ എന്ന് പേര് മാത്രം ഇട്ടാൽ പോരാ, സൗമ്യതയുള്ളവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. പേരിട്ടത് കൊണ്ട് ആകണമെന്നില്ല. പണ്ടൊരു ആൻറ്റിയുടെ പേരാ മീനാക്ഷി. മീൻ്റെ കണ്ണുള്ള, പക്ഷേ മീൻ്റെ കണ്ണൊന്നും അല്ല. അതുകൊണ്ട് പേര് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. വിശ്വാസി ആയതുകൊണ്ട് വിശ്വാസം ഉണ്ടെന്ന് കാണണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യതയുള്ളവരായിരിക്കണം. സൗമ്യതയുള്ളവർക്ക് എന്ത് ചെയ്യുകയാണ്? ദൈവം ഒരു വഴി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് ദൈവത്തിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്കൊന്ന് സൗമ്യരാകാൻ കഴിയുന്നുണ്ട്? വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കിയൊക്കെ പിന്നെയും കൽപ്പനകളൊക്കെ അനുസരിക്കുക, ഇവിടം വരെയൊക്കെ കറക്റ്റായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പ്രയാസം. സൗമ്യത ഉള്ളവർക്ക് മാത്രമേ ദൈവം എന്ത് ചെയ്യുള്ളൂ. എല്ലാവർക്കും ഒന്നും പഠിപ്പിച്ചു കൊടുക്കുമെന്നൊന്നും വചനം പറയുന്നില്ല. വചനം പറയുന്നത് സൗമ്യതയുള്ളവർക്ക് എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ഭവനത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല.
അങ്ങനെയുള്ള ഭവനത്തിൻ്റെ അകത്തൊരു സമാധാനം കാണും. കാരണം ദൈവം അവർക്ക് വേണ്ടി ചിലത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പകലിൽ ദൈവം ഇറങ്ങി വന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചിലത് ചെയ്യാൻ കഴിയും. ദൈവാത്മാവ് പറയുക, നമ്മൾ സൗമ്യതയുള്ളവരാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പഠിപ്പിച്ചു തരും. ഒന്നുമില്ല എന്ന് പറഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നമ്മളൊന്ന് സൗമ്യരായി തീർന്നു കഴിഞ്ഞാൽ ദൈവം ചില വഴികളെ കാണിച്ചു തരാൻ പോവുകയാണ്. അല്ലെ, ദൈവം കാണിച്ചു തരുന്ന വഴികൾ അതെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവഹിതം നടക്കണം. നോക്കണം, യേശു അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണ്. നോക്കണമേ, ആ തോട്ടത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്ത് ചെയ്യണം. ആ വേദനയുടെ നടുവിലും പറയാൻ കഴിയുന്നത് നമ്മളെയും പറയുകയാണ്. അത് നമ്മളോട്, ശിഷ്യന്മാരോട്, ദൈവമക്കളോട് ദൈവം കാണിച്ചു തന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നമ്മുടെ ഇഷ്ടം നടക്കുന്നതിനേക്കാൾ കർത്താവേ അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കുവാൻ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കുവാൻ, എൻ്റെ തലമുറകളിൽ നടക്കുവാൻ ഇന്ന് പകലിൽ ദൈവം എനിക്ക് വേണ്ടി പഠിപ്പിക്കണം. എന്നെ ഒരു സൗമ്യനാക്കി ദൈവം തീർക്കണം. എനിക്ക് ചിലത് പഠിക്കുവാൻ, ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുവാൻ ഇന്ന് പകലിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് എൻ്റെ ഈ ദൂതിൽ നിന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 55-ന്റെ 8-9 വാക്യങ്ങൾ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒന്ന് പറയുകയാണ്, നമ്മുടെ വിചാരമൊന്നുമല്ല ദൈവത്തിൻ്റെ വിചാരം. അത് ആദ്യമേ ഓപ്പണായിട്ട് ദൈവം പറയുകയാണ്. നമ്മുടെ വിചാരമൊന്നുമല്ല ദൈവത്തിൻ്റെ വിചാരം. നമ്മൾ ഇന്ന് പകൽ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു കൂട്ടിയിട്ടാണ് ഈ ആരാധനയ്ക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് കളഞ്ഞോ. ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ വിചാരം. നമ്മുടെ കുറേ പ്ലാനൊക്കെ ഉണ്ട്. ഞാൻ ഈ അടുത്തത് ഇന്നത് ചെയ്യും, അടുത്ത 2025 ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്, 2024 പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് പറഞ്ഞതാ. ആദ്യമേ പറയുകയാണ്, ചിലരോടുള്ള ദൂതാണ് ഇന്ന് പകൽ. നിങ്ങളുടെ ചിരിക്കകത്ത് നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിചാരങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നീക്കണം. കാരണം പറയുകയാണ്, നിങ്ങളുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിങ്ങളുടെ വഴികളുമല്ല ദൈവത്തിൻ്റെ എൻ്റെ വഴി. ദൈവം പറയുകയാണ്, നിൻ്റെ വിചാരവും നിൻ്റെ വഴികളൊന്നും അല്ല എൻ്റേത്. അതുകൊണ്ട് അങ്ങനെ വല്ലതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വിചാരം എന്താണ്, ദൈവത്തിൻ്റെ വഴികൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. വായിച്ചാട്ടാ 9-ാം വാക്യം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നോക്കണേ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ആർക്കും അളക്കാൻ കഴിയാത്ത ഒന്നാ. ആകാശത്ത് വല്ലതും അളക്കാൻ കഴിയുമോ? ഭൂമിയാണെങ്കിൽ പിന്നെ നമുക്ക് അളക്കാം. ഒരിക്കലും അളക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ദൈവം ഉപമിക്കുകയാണ്. ഭൂമിക്ക് മീതെ ആകാശം നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യുകയാണ്, എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും തമ്മിലുള്ള വ്യത്യാസം പറയുക. ദൈവത്തിൻ്റെ വഴികൾ അത്ര ഉന്നതമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉന്നത വഴികളിലൊന്നും എത്തത്തില്ല. പക്ഷെ ദൈവം ഒരു പ്രോമിസായിട്ട് പറയുകയാണ്. പ്രവാചകൻ പറയുക, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവന് ഒരു ഉന്നതകളുണ്ട്. അത് സാധാരണ ഉന്നതകളൊന്നുമല്ല. അത് പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റാമെന്നോ, ഇവിടുത്തെ ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ ഉയരത്തിൻ്റെ അകത്തല്ല ദൈവത്തിൻ്റെ വഴികളുടെ ഉയരം. പക്ഷെ ദൈവം പറയുക, അത് ആകാശത്തിന്, ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ അത്രയും വിശാലമായി ആർക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടെന്ന് ഇന്ന് പകലിൽ സഭയോട് ദൈവാത്മാവ് ആലോചന പറയുക. എത്ര പേർ ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ട്? കർത്താവ്, എൻ്റെ വിചാരങ്ങൾ ഇന്ന് വരെ ഞാൻ വിചാരിച്ചത് എൻ്റെ ലിമിറ്റഡ് ചിന്തയ്ക്കകത്ത്, എൻ്റെ ലിമിറ്റഡ് ചിന്തയ്ക്കകത്ത്, എൻ്റെ ലിമിറ്റഡ് പൈസയ്ക്കകത്ത്, എൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ അകത്ത് ഞാൻ ചിന്തിച്ചു വെച്ച ചില പദ്ധതികളുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ ദൈവം അത് പൊളിച്ചിട്ട് പറയുക, അല്ല ദൈവം, അല്ല മക്കളെ, എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല. ഭൂമിക്കും ഇതേ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ
പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ അത് ഉന്നതമായി, നോക്കണമേ, നമ്മൾ ചിന്തിച്ചു കൂട്ടിയതിനേക്കാൾ ഉയരത്തിൽ ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത് ഉയരമുള്ളതാണ്. നമ്മുടെ വിചാരങ്ങളെ പോലെയല്ല. ചില ലിമിറ്റിന്റെ അകത്ത് നമ്മൾ ദൈവത്തെ ഒതുക്കുമോ, ഇന്ന് പകലിൽ പറയുക, ചില സിസ്റ്റത്തിന്റെ അകത്ത് നിന്ന് പൊട്ടി വന്ന് ചില ലിമിറ്റുകളെ പൊട്ടിച്ച് ദൈവം പറയുക, ചില അൺലിമിറ്റഡ് ആയിട്ടുള്ളത് ചിലത് ദൈവം നമുക്ക് വേണ്ടി തരാൻ പോകുക. നമ്മൾ ചിന്തിച്ചു കൂട്ടിയില്ലേ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ എത്തും. എൻ്റെ ഇത്ര വരുമാനത്തിൻ്റെ അകത്ത് നിന്ന് ഇത്രയും ചിലവായി പോയി കഴിഞ്ഞാൽ ബാക്കി ഇത്രയുണ്ട് ഒരു മാസം, അതുകൊണ്ട് എനിക്ക് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന പ്രോപ്പർട്ടീസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ ഇന്ന കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. ഇതെല്ലാം നമ്മൾ കൂട്ടി വെച്ചിരുന്ന് നമ്മുടെ വിചാരത്തിൻ്റെ അകത്താണ്. എൻ്റെ മോൻ ഇത്ര ദിവസം കഴിയുമ്പോൾ ഇന്ന നിലയിലേക്ക് അവൻ കയറിയെത്തും. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അതെല്ലാം എന്ത് ചെയ്തു? എൻ്റെ മോൾ ഇന്ന സ്ഥാനത്തെത്തും ഇന്നത് കഴിയുമ്പോൾ, ഒരു പഠനം കഴിയുമ്പോൾ അവൻ ഇതെല്ലാം. പക്ഷേ എന്ത് ചെയ്തു? നമ്മുടെ ചിന്തകളെല്ലാം പൊട്ടിപ്പോകുമ്പോൾ, അതെല്ലാം തകർന്നിരിക്കുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവം പറയുക, നിന്റെ ചിന്തകളല്ല, നിന്റെ വഴികളല്ല, ഇന്ന് പകലിൽ ഞാൻ നിനക്കൊരു വഴി പഠിപ്പിച്ചു തരാം. ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ ചിന്തകളോ എൻ്റെ വഴികളോ ഇന്ന് പകലിൽ നിനക്ക് മീതെ ഉയർന്നു നിൽക്കുകയാണ്. അത് ഉയരമുള്ളത്, അത് അനുഗ്രഹിക്കപ്പെട്ടത്, അത് ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണ്. യഹോശാഫാത്ത് നോക്കി, ഈ ലോകത്തിൽ ഇസ്രായേലിലൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറേ ബാലിൻ്റെ വിഗ്രഹങ്ങളുണ്ട്, കുറേ പൂജ ചെയ്യുന്നവരുണ്ട്. അവരുടെ ചിന്താഗതിയിലെല്ലാം ഇസ്രായേൽ ഇങ്ങനെ പോകണമെന്നുള്ള ചില ആചാരക്കൂട്ടൻ്റെ അകത്ത് വന്നു. ദൈവകൽപ്പനകളിൽ നിന്നെല്ലാം മാറിപ്പോയ ഒരു തലമുറയ്ക്കകത്ത് എന്ത് ചെയ്തു? യഹോശാഫാത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ പിതാവിൻ്റെ ആദ്യത്തെ വഴി ഉണ്ടായിരുന്നു. ആ വഴികളിൽ എൻ്റെ പിതാവാകുന്ന ദാവീദ് നടന്നപ്പോ അവൻ ഒരു ആട്ടിടയനായിരുന്നു. ഒരു കേവലം ആട്ടിടയനായി ഒരിടത്തും മാനിക്കാത്ത, എല്ലായിടത്തും നീങ്ങിപ്പോയ ഒരു മേഖലയിൽ നിന്നോ എൻ്റെ പിതാവ് ദൈവത്തിന്റെ വഴി അന്വേഷിച്ചപ്പോ ഒരു അർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് ഈ രാജസ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ ആ തലമുറയാകുന്ന യഹോശാഫാത്തിന് മനസ്സിലായി ചില നഷ്ടങ്ങളുടെ കണക്ക്, ചിലത് ദൈവത്തെ മറന്നുകൊണ്ട് പോയത് കൊണ്ടാ. ഇസ്രായേൽ നീ ദൈവത്തെ മറന്നുപോയി, ദൈവത്തെ ആരാധിക്കുന്നത് മറന്നുപോയി. അങ്ങനെ ഒരു ഗതി വന്നപ്പോ എൻ്റെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രം പറയുവാനുണ്ട്. പക്ഷേ യഹോശാഫാത്ത് എന്ത് ചെയ്തു? മടങ്ങി വന്നു. എന്നിട്ട് പറയുക, ഇല്ല, എൻ്റെ പിതാവിൻ്റെ ആദ്യ വഴികളിൽ ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുക. തീർന്നില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. തീർന്നില്ല. ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം പറയുക, ഇനി യഹോശാഫാത്ത്, നിന്നോടുകൂടെ ആരും നടക്കാനില്ലെങ്കിലോ, നിന്നെ താങ്ങാൻ ആരുമില്ലെങ്കിലോ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലോ, നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ ആരുമില്ലെങ്കിലോ, നിന്നെ ഒന്ന് നല്ല വാക്ക് പറയുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലെങ്കിലോ, ദൈവം പറയുക, ഞാൻ തന്നെ നിന്നോട് കൂടെ ഇരുന്നോ നിന്നെ വഴി നടത്താൻ പോകുക. ഇന്ന് പകൽ നിന്റെ ദുഃഖത്തിന്റെ വേളയിൽ നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ഇല്ല, ഞാൻ നിന്നോട് കൂടെ ഇരുന്നോ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാ, മറ്റാരുമല്ല. നിന്റെ കരം പിടിച്ചിരിക്കുന്നത് ദൈവമാ. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ്റെ കയ്യിൽ എന്ത് ചെയ്യും? മുറുകെ പിടിച്ചിരിക്കും. ഒരു മാർക്കറ്റിലൂടെയൊക്കെ പോകുമ്പം ഈ കുഞ്ഞു കുട്ടികളുടെ കാര്യമുണ്ട്. അവർ കളിപ്പാട്ടം കാണുമ്പോൾ അങ്ങോട്ട് നോക്കും, വണ്ടി നോക്കുമ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ട് നോക്കും. പക്ഷേ ഈ കൈ ആരുടെയിലാണ് പിടിച്ചിരിക്കുന്നത്? പിതാവിൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വഴി തെറ്റിപ്പോകത്തില്ല. ആ പിടി വിടുന്നത് വരെ എന്ത് ചെയ്യും? വഴി തെറ്റത്തില്ല. ചിലപ്പോൾ നിൻ്റെ ലക്ഷ്യമൊക്കെ മാറിപ്പോകും. കളിപ്പാട്ടം കാണുമ്പോൾ അതിലോട്ട് നോക്കും, വണ്ടി വരുമ്പോൾ അതിലോട്ട് നോക്കും. പക്ഷേ ആ നോക്കിയതിൽ കൈവിട്ട് പോയിരുന്നെങ്കിൽ അപകടം സംഭവിച്ചേനെ. പക്ഷേ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും പിടിച്ചിരിക്കുന്ന പിതാവിൻ്റെ കയ്യിലായതുകൊണ്ട് ഇന്ന് പകലൊരു മർമ്മം പറയട്ടെ, നമ്മൾ പിടിച്ചിരിക്കുന്നത്, നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മോട് കൂടെ നടക്കുന്നത് സർവശക്തനായ ദൈവമാ. നിന്റെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുവാൻ ശത്രു കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കി, നിന്നെ തകർത്ത് കളയുവാൻ പിശാച് വിധി എഴുതി. പക്ഷെ നീ ആരുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്? അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ദാസനെ ബലമുള്ള കൈ കീഴിൽ താഴ്ന്നിരിപ്പ്, തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ഉയരത്തിന്റെ ആഴമാ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ആ ഉയരം എന്ന് പറയുന്ന ഒരു സാധാരണ ഉയരമല്ല. താഴ്ന്നിരിക്കുന്ന ദൈവ പൈതലിനോട് പറയുക, ഈ ബലമുള്ള കൈ കീഴിൽ താഴ്ന്നിരിപ്പിൻ, തക്ക സമയത്ത് ഉയർത്തും. ആ ഉയരം സാധാരണ ഉയരമല്ല. അവിടെ പ്രവാചകൻ പറയുക, പഴയ നിയമത്തിൽ ആ ഉയരം
ഓ, ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ നിന്നെ ഉയർത്തുമ്പോൾ ഒരു സാധാരണ ഉയർപ്പൊന്നും അല്ല ഉയർത്തുന്നത്. അത് ആകാശത്തോളം ഉയരമുള്ളതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വഴികൾ ഈ ആഴ്ചകളിൽ തുറക്കുമെന്ന് 2025 ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഇന്നേ വരെ നീ ചിന്തിക്കാത്ത, ഇന്നേ വരെ നീ നടക്കാത്ത ചില വഴികളിലൂടെ ദൈവാത്മാവ് നിന്നെ നടത്തുവാൻ ശക്തനാണെന്ന്, നിന്നെ ഉയർത്തുവാൻ ശക്തനാണെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. എത്ര ദൈവമക്കൾക്ക് അല്പസമയം അതൊന്ന് ഏറ്റെടുത്ത് ദൈവ ആത്മനിറവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? ഒന്ന് ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് പകലിൽ കർത്താവ് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ രീതിയിലായിരിക്കരുത്. ഒരു അസാധാരണമായ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യണമെന്ന് ഇന്നലകളിൽ എന്റെ ചിന്തകളെ പൊളിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ഇന്നലകളിൽ എന്റെ നിലവുകളെ പൊളിച്ചു ദൈവം ഇന്ന് പകലിൽ ചിലത് പണിയുകയാ. അത് ആകാശം പോലെ ഉയർന്നിരിക്കുന്ന നിലവാരത്തിന്റെ അകത്ത് ചിലത് ദൈവം പണിയുകയാണ്. ഹൃദയം തകർന്നു പോയി, ചിന്തകൾ പരിഭവപ്പെട്ടു പോയി, വിചാരങ്ങൾ എന്ത് ചെയ്തു? ഒതുങ്ങിപ്പോയി. ഇന്നലകളിൽ ശത്രു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്തതല്ല ഇതാ. വിചാരങ്ങളെല്ലാം എന്ത് ചെയ്തു? ഒതുക്കിക്കളഞ്ഞു. ഇപ്പം വന്ന് സ്വപ്നം പോലും കാണുന്നില്ല. മറ്റേത് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുമായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ആയിത്തീരും, ഇന്ന ഭവനത്തിൻ്റെ അകത്ത് പാർക്ക്. ഇപ്പോൾ വന്ന് എന്ത് ചെയ്യുക? സ്വപ്നം പോലും കാണുന്നില്ല, ആഗ്രഹിക്കുന്നത് പോലുമില്ല. ദൈവാത്മാവ് പറയുക, നിന്റെ വിചാരത്തെ പോലും ഒതുക്കിക്കളഞ്ഞ ശത്രുവിൻ്റെ മേഖലകളിൽ ചില യോർദാനെ വറ്റിച്ച, ശത്രുവിൻ്റെ ഹൃദയത്തെ ഉരുക്കി നിന്റെ വിചാരങ്ങളെ വിശാലതപ്പെടുത്തുന്ന, നിന്റെ വഴികളെ ഇടുക്കിക്കളഞ്ഞ ചില വഴികളെ വിശാലതപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അല്ലേ? എല്ലാം ചിന്തകളെല്ലാം പ്രായം കഴിയും തോറും എല്ലാം എന്ത് ചെയ്തു? എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. കൂടുതൽ ചിന്തിക്കാൻ പോലും പോകാത്തൊരവസ്ഥയിലേക്ക് ശത്രു കൊണ്ട് നിർത്തുമ്പോൾ നീ ഒരറ്റത്താണ്, അടുത്ത നിമിഷം വീണു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ പറയുക, അല്ല, എൻ്റെ ബലമുള്ള കൈ കീഴിലാണ് നീ ഇരിക്കുന്നത്. ഞാൻ ഉയർത്താൻ തുടങ്ങുമ്പോൾ ഒരു സാധാരണ രീതിയിലല്ല, ഒരു മലമേ ശോഭിക്കുന്ന പട്ടണം പോലെ ഇന്ന് പകലിൽ ചില ഭവനങ്ങളെ ദൈവം ഉയർത്താൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. യഹോശാഫാത്തേ, നീ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നതുകൊണ്ട്, നീ ന്യായപ്രമാണം, അത് കൽപ്പനകളെ നീ സ്നേഹിച്ചതുകൊണ്ട്, നിന്റെ അകത്ത് പിതാവ് കാണിച്ച ചില വഴികളിലൂടെ, നല്ല വഴികളിലൂടെ നീ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ, നീ ക്ഷമ കാണിച്ചപ്പോൾ, നീ സൗമ്യനായിരുന്നപ്പോൾ, നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നീ ഒരു സൗമ്യനായി നീ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവൻ്റെ ജീവിതത്തിൽ ചിലത് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിൻ്റെ പേരിൽ അവൻ ചിലതിനെ നീക്കം ചെയ്തപ്പോൾ ചില വിടുതലുകൾ കണ്ടു. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. കർത്താവേ, ഇന്ന് വരെ ഞാൻ നടന്നതോ, ഇന്ന് വരെ ഞാൻ ചിന്തിച്ചതെല്ലാം ഞാൻ കളയുന്നു. കർത്താവേ, ഇന്ന് വരെ ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി കൂട്ടിയതെല്ലാം ഞാൻ കളയുക. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യണം. നാളിതുവരെയായി ഞാൻ ദൈവത്തെ ആരാധിച്ചു, പക്ഷേ ഇന്ന് ഞാൻ ദൈവത്തെ അന്വേഷിക്കുവാൻ പോകുകയാണ്. നാളിതുവരെയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഇന്ന് പകലിൽ ഞാൻ ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ പോകുകയാണ്. ഒന്നെല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ വഴികൾ അത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അത് ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. അത് മിറാക്കിൾ നടക്കുന്നതാണ്, അത് അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. ആ വഴികളുടെ അകത്ത് അത് ഉന്നതമാണ്, അത് ഉയരമാണ്, അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്, അത് അൺലിമിറ്റഡ് ആണ്. ഇന്ന് പകലിൽ ഞങ്ങൾ ചിന്തിക്കുന്നു, കർത്താവേ, ദൈവം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യണം. വ്യസനപുത്രൻ എന്ന എബേസിനെ പറഞ്ഞപ്പോൾ ഇല്ല, ദൈവം പ്രാർത്ഥനയിൽ ഇരുന്ന യബേസിനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അതിരുകൾക്ക് വിശാലത വന്നു.
സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. ഇന്ന് പകലിൽ ചില സ്ഥിതികൾ മാറാൻ പോകുകയാണ്. നിന്നെ നെരുക്കിക്കളയുന്ന ചില നെരുക്കത്തിൻ്റെ അവസ്ഥകൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ചിലതിന് വിശാലതകൾ വരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഹൃദയത്തിന് ദൈവം വിശാലതകൾ വരുത്താൻ പോകുകയാണ്. നിന്റെ ചിന്തകൾക്ക് മാറി ചിന്തിക്കുന്ന രീതിയിൽ ഇന്ന് പകൽ ദൈവം പണിയുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരെ പണിയാൻ പോകുകയാണ്. ഈ പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ദൈവം ആലോചന പറയുക, ചിലതിനകത്ത് ഇന്ന് പകൽ ദൈവം മാറ്റം വരുത്തുന്ന പകല. നാം ചിന്തിക്കുന്നതിനും അപ്പുറമായി, നാം നനയ്ക്കുന്നതിനും അപ്പുറമായി നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് വലുതാണ്. ആ ശക്തി പറയുക, നീ ചിന്തിക്കുന്നതിന്, നീ നനയ്ക്കുന്നതിന് അപ്പുറമായി ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് പകലിൽ നമ്മുടെ അകത്ത് നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. ധൈര്യം തരുന്ന, ചില അത്ഭുതങ്ങളെ കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ദൈവം നിന്നെ ഒരു ട്രാൻസ്ഫർ ചെയ്യുകയാണ്, നിന്നെ മാറ്റുകയാണ്. ഇന്ന് പകൽ ദൈവം ഒരു രൂപാന്തരം വരുത്തുകയാണ്. പുഴുവായ യാക്കോബെ, ഞാൻ എന്ത് ചെയ്യുമോ, ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കാൻ പോകുക. ഇന്ന് വരെ പുഴുവായിരുന്നു, അതിന് ചില ലിമിറ്റുകൾ ഉണ്ടായിരുന്നു, അതിന് കയറിപ്പോകാൻ ചില ലിമിറ്റുകൾ ഉണ്ടായിരുന്നു. ഒരു ഇലയുടെ അപ്പുറത്തെത്തണമെങ്കിൽ ചില മിനിറ്റുകൾ എടുത്താലേ, ചില മണിക്കൂറുകൾ എടുത്താലേ ഒരു സ്ഥലത്തെത്താൻ കഴിയുള്ളൂ. പക്ഷെ മെതിവണ്ടി അങ്ങനെയല്ല. മുന്നിലുള്ള തടസ്സങ്ങൾ പോലും ഇടിച്ചു മെതിച്ചുകൊണ്ട് മുന്നിലോട്ട് പോകുവാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. ഇന്ന് വരെ നീ സഞ്ചരിച്ചതുപോലെയല്ല, ഇന്ന് വരെ നീ കടന്നുപോയതുപോലെയല്ല, നിന്റെ അവസ്ഥയെ മാറ്റി ഒരു രൂപാന്തരം വരുത്തുവാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. ഈ സഭയ്ക്കകത്ത് ദൈവം ഒരു രൂപാന്തരം വരുത്താൻ പോകുക. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളോട് ഇടപെട്ട വചനത്തിൻ്റെ അകത്ത് ഞങ്ങൾ കർത്താവ് വിധേയപ്പെടുന്നു. ഒരു യഹോശാഫാത്ത് കർത്താവേ തൻ്റെ പിതാവിൻ്റെ ആദ്യത്തെ വഴികളിൽ നടന്നു, ദൈവത്തിൻ്റെ വഴികളിൽ നടന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു. ദൈവത്തിന് അനിഷ്ടമായതൊക്കെയും അവൻ നീക്കിക്കളഞ്ഞു. ദൈവസന്നിധിയിൽ ഇരുന്നത് കൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ ദൈവം മാനിച്ചതുപോലെ, വഴി നടത്തിയതുപോലെ ഇന്ന് പകലിൽ ഞങ്ങളും ഒരുമിച്ച് കർത്താവേ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങളോട് ഈ വചനം ഇടപെട്ടെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങളുടെ നിലവുകളെ ദൈവം മാറ്റണം. ദൈവത്തിൻ്റെ വഴികളും എല്ലാം ഞങ്ങളുടെ ചിന്തകളൊന്നുമല്ലല്ലോ കർത്താവേ, അതിനപ്പുറമുള്ളതുമായതുകൊണ്ട് അത് ഭൂമിക്ക് മീതെ ആകാശത്തോളം ഉയർന്നിരിക്കുന്നത് പോലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും അങ്ങേക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ